നമസ്കാരം. ശാന്താസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രൊഫസർ ഉമാദേവി. ഇന്ന് ഞാനിവിടെ നെല്ലിക്ക കൊണ്ട് ഉള്ള ഒരു വിഭവം, അതായത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചട്നി. ഇതിന് ഗ്യാസ് കത്തിക്കേണ്ട, അടുപ്പ് വേണ്ട, ഒന്നും ആവശ്യമില്ല. ഇത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുന്ന ഒരു ചട്നിയാണ്. അത് ഞാൻ പറയാം. ആവശ്യമുള്ള സാധനങ്ങൾ: നെല്ലിക്ക 10 നെല്ലിക്ക കുരു കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത്, 1 സ്പൂൺ ഉപ്പ്, 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ കായപ്പൊടി. ഇത്രയും സാധനങ്ങൾ മിക്സിയിലിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ മിക്സിയിൽ ഈ നെല്ലിക്ക കഷ്ണങ്ങൾ ഇടുക. അതിനുശേഷം ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പ്, 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ജീരകം. ഇതിന് മഞ്ഞൾപ്പൊടിയും ജീരകവും പ്രത്യേകം ടേസ്റ്റ് കൊടുക്കുന്ന ഒരു വിഭവമാണ്. കായപ്പൊടി 1/2 സ്പൂൺ. ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒന്നടിച്ചെടുക്കുക. അത് കൂടുതൽ അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തരിതരിപ്പായി ഇതൊന്ന് അടിച്ചെടുക്കണം. നെല്ലിക്ക ചട്നി റെഡി. നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ അരയാൻ പാടില്ല. ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ നെല്ലിക്ക ചട്നി ഊണിൻ്റെ കൂടെ മോരും ചേർത്ത് കഴിക്കാൻ വളരെ വിശേഷമായ ഒരു വിഭവമാണ്. ഇത് നനവില്ലാത്ത ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെങ്കിൽ 10 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. നല്ല എളുപ്പമുള്ള ഒരു വിഭവം. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക.